പണ്ട് കാലത്ത് കോഴിയിറച്ചി കഴിക്കണമെങ്കിൽ സ്വന്തം വീടുകളിൽ വളർത്തുന്ന പൂവൻ കോഴിയെ വിശേഷ അവസരങ്ങളിൽ മുറിച്ച് കഴിക്കണമായിരുന്നു. ഈ കോഴിയിറച്ചിക്ക് എല്ലല്ലാതെ ഇറച്ചിയൊന്നും ഉണ്ടായിരുന്നുമില്ല. എന്നാൽ ബ്രോയിലർ കോഴികൾ വികസിപ്പിച്ചതോടെ ധാരാളം ഇറച്ചിയുള്ള കോഴികളെ കറി വയ്ക്കുവാനായി വാങ്ങുവാൻ കിട്ടുവാൻ തുടങ്ങി. ഇന്ന് കോഴി ഉപയോഗിച്ചുള്ള ഒരു വിഭവം തയ്യാറാക്കണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും കോഴിയെ വാങ്ങിക്കാം. ഇതേപോലെ ഇനി ആട്ടിറച്ചിയും ധാരാളമായി വിലക്കുറവിൽ എവിടെയും വാങ്ങിക്കുവാൻ കിട്ടുവാൻ പോകുകയാണ്. അതിനായി ധാരാളം മാംസം വളരുന്ന ഒരു ഇനം ആടിനെ വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്തത്. 2024 ഡിസംബർ 16 കാശ്മീരിൽ ഇത്തരത്തിലുള്ള ജീൻ എഡിറ്റിംഗിലൂടെ ഒരു പെണ്ണാടിന് ജന്മം നൽകിയിരുന്നു. തർമീം എന്നാണ് ഈ ആടിന് പേര് നൽകിയത്. ഇതൊരു അറബി വാക്കാണ്. മാറ്റം വരുത്തിയത് എന്ന അർത്ഥമാണ് ഈ പേരിനുള്ളത്. ഈ വർഷം ഡിസംബർ 16 ആയപ്പോൾ ഈ ആടിന് 1 വയസ്സ് തികഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ജനിതക എഡിറ്റിംഗിലൂടെ പിറന്ന ആട് നന്നായി വണ്ണം വെച്ച് ആരോഗ്യവതിയായി ഇരിക്കുന്നു. ലോക പ്രശസ്തമായ ക്രിസ്പർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ തർമീമിനെ വികസിപ്പിച്ചത്. DNA-യിൽ മാറ്റം വരുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരുതരം ബയോളജിക്കൽ കത്രികയാണ് ഈ ക്രിസ്പർ സാങ്കേതിക വിദ്യ. ഈ വിദ്യയിലൂടെ മയോസ്റ്റാറ്റിൻ എന്ന ജീനിനെ നീക്കം ചെയ്തു. ആടുകളിലെ പേശികളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്ന ജീനാണ് മയോസ്റ്റാറ്റിൻ. ഈ ജീൻ നീക്കം ചെയ്തതിലൂടെ സാധാരണ ആടുകളെക്കാൾ കൂടുതൽ മാംസം ഉൽപ്പാദിപ്പിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. തമീമിന് ഒപ്പം ജനിച്ച മറ്റൊരു സാധാരണ ആടിനേക്കാൾ 10% കൂടുതൽ പേശി വളർച്ചയുണ്ട് ഈ ആടിന്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഇത് 30% വരെ വർദ്ധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. നിലവിൽ മികച്ച പരിപാലനത്തിലാണ് തമീം വളരുന്നത്. കശ്മീരിൽ ഈ ഒരു ഗവേഷണ വികസനം നടന്നത് കശ്മീരിലെ ആട്ടിറച്ചി ആവശ്യം പരിഗണനയിൽ എടുത്താണ്. പ്രതിവർഷം 60,000 ടൺ ആട്ടിറച്ചിയാണ് കാശ്മീരിൽ ആവശ്യമുള്ളത്. എന്നാൽ ഇതിന്റെ പകുതി മാത്രമേ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പുതിയതായി ഈ ജീൻ എഡിറ്റിംഗിലൂടെ വികസിപ്പിച്ച ആടുകളെ വളർത്തുന്നതിലൂടെ ഓരോ ആടുകളും കൂടുതൽ മാംസം ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ കൂടുതൽ ഇറച്ചി ലഭ്യമാകുന്നത് ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകും. ശ്രീനഗർ യൂണിവേഴ്സിറ്റിയിലെ 8 അംഗ സംഘത്തിന്റെ 7 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ഒരു വിജയം കൈവരിച്ചത്. സർക്കാർ അനുമതി ലഭിക്കുകയാണെങ്കിൽ ഈ സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിക്കുവാനും മാംസ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുവാനും ഇന്ത്യക്ക് സാധിക്കും. ജപ്പാൻ, ബ്രസീൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇങ്ങനെ ജീൻ എഡിറ്റഡ് ജീവികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉപയോഗിച്ച അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് ഈ തർമീം എന്ന ആടിനെ വികസിപ്പിച്ചപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പുറത്തുനിന്ന് ജീനുകളെ ഒന്നും എടുക്കാതെ നിലവിലുള്ള ജീനുകളിൽ തന്നെ മാറ്റം വരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശരീരത്തിന്റെ അടിസ്ഥാന ഘടകമായ മയോസ്റ്റാറ്റിൻ ജീനുകളിൽ മാറ്റം വരുത്തുന്നതിലൂടെ ഈ ആടിന്റെ പേശി വളർച്ച വേഗത്തിലാക്കുവാൻ സാധിക്കുന്നു. ഇതുവഴി സാധാരണ ഒരു ആടിന് 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് പ്രായമാകുമ്പോഴുള്ള മാംസത്തെക്കാൾ 130% മാംസം ജീൻ എഡിറ്റിംഗിലൂടെ വികസിപ്പിച്ച ആടുകൾക്ക് ഉണ്ടാകും. ഇതുവഴി കുറഞ്ഞ അധ്വാനത്തിലൂടെ വിപണിയിലേക്ക് കൂടുതൽ മാംസം എത്തുവാൻ സാഹചര്യമുണ്ടാകും. മൃഗങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ ചരിത്രമുണ്ട്. 90കളിൽ ബ്രിട്ടനിൽ പരീക്ഷിച്ച് വിജയിച്ച ട്രേസി എന്ന ആട് ഔഷധ ഗുണമുള്ള പാൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്പോൾ ശാസ്ത്രലോകം മുൻഗണന നൽകുന്നത് രോഗപ്രതിരോധ ശേഷിയും പ്രത്യുൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുവാനാണ്. ജീൻ എഡിറ്റിംഗിലെ ക്രിസ്പർ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഉപജ്ഞാതാക്കൾക്ക് 2020 നോബൽ സമ്മാനം ലഭിച്ചിരുന്നു. ഇതേപോലെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് വഴി മൃഗങ്ങളെയും പക്ഷികളെയും ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും. കാശ്മീരിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആട്ടിറച്ചി ക്ഷാമം പരിഹരിക്കുവാൻ ഈ കണ്ടെത്തൽ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്നുവെന്ന് കരുതുന്നു. ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും സമാനമായ രീതിയിൽ ജീൻമാറ്റം വരുത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഇത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷാ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് കാരണമാകും. ഇപ്പോൾ കേരളത്തെ ആട്ടിറച്ചിക്ക് കിലോ 700 രൂപ മുതൽ 1000 രൂപ വരെയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ വളരുന്ന ആടുകളിലും ഇത്തരം ജീൻ എഡിറ്റിംഗ് വരുത്തി പരിപാലിച്ചാൽ ഇന്ന് ബ്രോയിലർ ചിക്കൻ വിൽക്കുന്നത് പോലെ നാളെ വ്യാപകമായി ആട്ടിറച്ചി വിൽക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും. അതോടെ മട്ടൺ സ്റ്റൂവും മട്ടൺ ബിരിയാണിയുമെല്ലാം അഫോർഡബിൾ ആകും.